എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 19-ാമത്തെ വാക്യങ്ങൾ. അവിടെ പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗ്യമായി വിടുവിക്കുന്ന ഒരാളല്ല, പൂർണ്ണമായി വിടുവിക്കുന്നു. അവൻ പൂർണ്ണമായി നമ്മെ രക്ഷിക്കാൻ പ്രാപ്തനാകും. അതുകൊണ്ടൊരു ഭാഗ്യ വിടുതലല്ല യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവമക്കളാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മേഖലയിലും ഒരു പൂർണ്ണ വിടുതലും ഉയർച്ചയും അനുഗ്രഹവുമാണ് വെളിപ്പെടുന്നത്. പക്ഷെ അതെങ്ങനെയാണ്? തൻ്റെ വചനം പോലെ നാം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇവിടെ അനുഗ്രഹത്തെക്കുറിച്ച്, ബുദ്ധിമുട്ട് തീർക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചുകൂടെയാണ്. ഫിലിപ്പിയർക്ക് എഴുതുന്ന 4-ാം അധ്യായത്തിൽ പറയാണ്, അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുൻപേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നുവെങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കും. എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാടെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗമായി എപ്പർപ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്നിട്ട് പറയണം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയാണ്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടുന്നത്? അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടി കർത്താവ് തരും. സന്തോഷത്തോടെ കൊടുക്കാൻ ദൈവം നമ്മോട് പ്രേരണ തരികയാണ്. അപ്പോൾ തന്നെ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ബുദ്ധിമുട്ടി പോകും, അവരുടെ എല്ലാം തീർന്നു പോകുമെന്നല്ല, കൊടുക്കുമ്പോൾ കർത്താവ് പിന്നെയും തരുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്നുള്ള വാക്കല്ല, ശരിക്കും മലയാള വാക്ക് അവിടെ ആവശ്യങ്ങൾ എന്നാണ്. ബുദ്ധിമുട്ടെന്നല്ല, ആവശ്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വായിക്കുമ്പോൾ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും.
മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ അവർക്ക്, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം ഈ ഭാഗത്ത് പറയാം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടതൊക്കെയും ദൈവത്തിൻ്റെ എങ്ങനെയാണ് തിരിച്ചു തരുന്നത്? ദൈവത്തിൻ്റെ മഹത്വത്തിന് തക്കവണ്ണം. നമ്മളൊരു വ്യക്തിക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ തിരിച്ച് സഹായിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള സമ്പത്തിനനുസരിച്ചായിരിക്കാം സഹായിക്കും. എന്നാൽ ദൈവവേലയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് കൊടുക്കും. നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമ്പോൾ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, കർത്താവിൻ്റെ കയ്യിലാണ് കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് തിരിച്ചു തരുമ്പോൾ അങ്ങനെ നമ്മുടെ കഴിവിനൊത്തല്ല തിരിച്ചു തരുന്നത്, കർത്താവിൻ്റെ കഴിവിന് തക്കവണ്ണമാണ് തിരിച്ചു തരുന്നത്. ഞാനിങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരു അമ്മയും മോനും കൂടെ ഒരു മാർജിൻ ഫ്രീ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ആ മാർജിൻ ഷോപ്പിൽ സാധനങ്ങളെല്ലാം മേടിച്ച് കൊച്ചു കുഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കടക്കാരനൊരു മുട്ടായി ഫർണി തുറന്നിട്ട് ഇങ്ങനെ അവനെ കാണിച്ചിട്ട് നീ മുട്ടായി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ എടുക്കാതെ മാറി നിന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞു. അവസാനം കടക്കാരൻ തന്നെ കടക്കാരൻ്റെ കൈയിട്ട് മുട്ടായി കൊടുത്തു. അപ്പോൾ ഇവൻ ഈ 2 കൈ കൊണ്ട് മുട്ടായി അവൻ്റെ 2 കയ്യിൽ നിറച്ച് വാങ്ങി. അപ്പം പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തൊരു മണ്ടനാടാ, ആ കടക്കാരൻ എടുത്തോളം പറഞ്ഞിട്ട് നിനക്ക് എടുത്തോളം വയ്യാഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു, ഞാൻ എടുത്ത എൻ്റെ ഒരു ചെറിയ കൈയല്ലേ അമ്മേ, അതിനകത്ത് എത്ര എടുക്കാൻ പറ്റും? കടക്കാരൻ തന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ കൈ ആയതുകൊണ്ട് എൻ്റെ 2 കൈയിലും നിറയത്തക്കോണം മുട്ടായി ലഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കൊടുത്താൽ എത്ര കൊടുക്കും? പക്ഷെ നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് വിശ്വസ്തയോടെ ദൈവിക കാര്യങ്ങൾക്കും ദൈവദാസന്മാർക്കും സഭയ്ക്കും ഒക്കെ കൊടുത്തു ഒന്ന് പരിശീലിച്ചു നോക്കി. എന്താ സംഭവിക്കുന്നത്? ബുദ്ധിമുട്ട് വരത്തില്ല. ഉറപ്പിച്ച് ഞാൻ പറയാം, ബുദ്ധിമുട്ട് വരത്തില്ല. വചനം പറയാണ്, ചിലപ്പോൾ ഈ വചനം വായിച്ചിട്ട് ദൈവം സമൃദ്ധി തരുന്നു എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പിലത്തെ ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ മുമ്പിലത്തെ ഭാഗം പൗലോസിന് ആ സഭക്കാർ ആ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന പണം മാറ്റിവെച്ച് അപ്പോസ്തലൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തതിനെക്കുറിച്ചാണ് പറയാം. ദൈവിക വേലയ്ക്ക് വേണ്ടി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി കൊടുത്തപ്പം അത് അവർക്കുണ്ടായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ ഭാഗം പറയാം. അങ്ങനെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? അമർത്തി കുലുക്കി കവിയുന്ന ഒരാൾ കർത്താവ് നിങ്ങളുടെ മടിയിൽ തരും. ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരും. ആവശ്യങ്ങളൊക്കെയും തീർത്തു തരും. ആരാ തീർക്കുന്നത്? കർത്താവ് തന്നെ തീർക്കും. ഇവിടെ പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആ കൊച്ചു കുഞ്ഞ് പറഞ്ഞ പോലെ എൻ്റെ കൈ കൊണ്ട് എടുത്താൽ എത്ര എടുക്കാനാണ്? പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴോ തൻ്റെ ധനത്തിനൊത്തവണ്ണം. അതുകൊണ്ട് കൊടുക്കുമ്പം കർത്താവിന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രിയപ്പെട്ടവർ കൊടുക്കണം കേട്ടോ, സ്നേഹിതർ കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അപ്പോൾ അതിന് ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. അത് തരുമ്പോൾ, അത് തിരിച്ചു തരുമ്പം നമുക്ക് തക്ക സമയത്ത് ലഭിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത്. അത് മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അത് തരുന്നത്. ദൈവം ആരാ? സർവശക്തന്. ഈ ഭൂമിയിലെ വെള്ളത്തെ മുഴുവൻ ഒരു കൈക്കുമ്പിളിൽ പിടിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. സർവശക്തനാണ്. കൈയുടെ ഇതുകൊണ്ട് പരിണാമം, ആകാശത്തിൻ്റെ അളവെടുക്കാൻ കഴിവുള്ളവനാണ് ദൈവം. സർവശക്തി. ഈ പൊടി മുഴുവൻ ഒരു നാഴി കൊള്ളിക്കാൻ കഴിവുള്ളവൻ. യെശയ്യാപ്രവചനത്തിൽ പറയും, ആ ദൈവത്തിൻ്റെ കയ്യിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ സമ്പത്തൊന്ന് ഏൽപ്പിക്കാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിക്കാമോ? 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കൈ കൊടുത്തപ്പോൾ അത് 5000 പേർക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് നമ്മുടെ കഴിവും നമ്മുടെ സാധ്യതകളും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവെ, ഇവരുടെ ബുദ്ധിമുട്ടുകൾ, ഇവരുടെ ആവശ്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥന. കേൾക്കുന്ന രോഗികൾ യേശുവിൻ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ.
എൻ്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.